ഏപ്രിൽ 26 നിങ്ങളുടെ എക്സാമാണ്. അപ്പോൾ ഈ 26 കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മൾ ഈ എക്സാം അത്ര ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇപ്പോഴേ നിങ്ങൾ ഉറപ്പിക്കുക, ഞാൻ ഈ എക്സാം എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധം ഉണ്ടാവില്ല. ഞാൻ എഴുതുന്നതിൽ മൈനസ് മാർക്ക് അധികം ഉണ്ടാവില്ല. മൈനസ് മാർക്ക് ഞാൻ വരുത്തില്ല എന്ന് വിചാരിക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻസ് അത്രയും മാക്സിമം, അപ്പോൾ 100-ൽ 99% ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം. ആ രീതിയിൽ വേണം പഠിക്കാനായിട്ട്. അതിൽ അറിയുന്ന ചോദ്യങ്ങൾ മാത്രം, ഞാൻ എപ്പോഴും പറയുകയാണ്, നമ്മുടെ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് പോയിട്ട് അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും കറക്കി കുത്താൻ പാടില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം വായിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അത് മാത്രമൊക്കെ ഇങ്ങനെ 2-3 തവണ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ ഇതാണ് ആ ക്വസ്റ്റ്യന് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൺഫേം ചെയ്യണം. അത് ആ ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അത് എഴുതാനായിട്ട് പാടുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ച് വെക്കണം. അപ്പോൾ നമ്മുടെ എക്സാമിന് ഇനി വെറും 65 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 65 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 65ാമത്തെ ദിവസം നിങ്ങൾ JPHൻ്റെ PSC എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു സമയം രാവിലെ 5 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നാണ് എൻ്റെ അർത്ഥം. ഇനിയുള്ള ദിവസങ്ങൾ അത്രയും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മാക്സിമം ട്രൈ ചെയ്യുക. എന്ന് വെച്ചിട്ട് ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യാന്നേ ഉള്ളൂ. അടുത്തിരിക്കുന്നയാൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച ആൾ ഇത്രയും പഠിക്കുന്നുണ്ട്, അവരിത്രയും ഇതിന് വേണ്ടിയിട്ട് ഇത്രയും കാശ് മുടക്കി ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഇത്രയും പുസ്തകങ്ങൾ വാങ്ങി പഠിക്കുന്നുണ്ട്, അതിലൊന്നും കാര്യമുണ്ടെന്ന് വിചാരിക്കേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിക്കുക, കയ്യിലുള്ള റാങ്ക് ഫയലുകൾ, കയ്യിലുള്ള ബുക്കുകൾ, കയ്യിലുള്ള ടെക്സ്റ്റുകൾ, നമ്മളിതിന് നേരത്തെ നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന പഠിച്ച ബുക്കുകൾ, ടെക്സ്റ്റുകൾ, നമുക്ക് കിട്ടുന്ന അത്രയും റാങ്ക് ഫയലുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മെയിനായിട്ടും പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്